എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് ക്യാരക്ടറായിട്ടുള്ള മിസ്റ്റർ ബീൻ്റെ ഒരു ടോയാണ്. മിക്കവാറും പേർക്ക് പരിചിതമായിട്ടുള്ളതാണ് റോവാൻ അറ്റ്കിൻസൺ അവതരിപ്പിച്ചിട്ടുള്ള മിസ്റ്റർ ബീൻ എന്നുള്ള ക്യാരക്ടർ. ഇതാണ് ഇതിൻ്റെ ബോക്സ്. ഇവിടെ മിസ്റ്റർ ബീൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മിസ്റ്റർ ബീൻ എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട്. 592 എന്നുള്ളത് ഈ സീരീസിലുള്ള ടോയുടെ നമ്പറാണ്. ബാക്കിലായിട്ട് മിസ്റ്റർ ബീൻ ഹോളിഡേയ്സ് എന്നുള്ള മൂവീസിൽ ക്യാരക്ടറിൻ്റെ ഫോട്ടോസാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ കമ്പനിയുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഫങ്കോ എന്നാണ് ഈ കമ്പനിയുടെ പേര്. ഒരു അമേരിക്കൻ കമ്പനിയാണ്. 1998 സ്ഥാപിച്ചിട്ടുള്ള ഒരു ടോയ് കമ്പനിയാണ് ഫങ്കോ എന്ന് പറഞ്ഞിട്ടുള്ളത്. സൈഡിലും ഈ സെയിം ടോയുടെ തന്നെ ഒരു പടം സൈഡിൽ കൊടുത്തിട്ടുണ്ട്. മിസ്റ്റർ ബീൻ എന്നുള്ളത് 1990 തൊട്ട് 95 വരെ 15 എപ്പിസോഡ് മാത്രമായിട്ടുള്ള ഒരു സീരീസാണ് മിസ്റ്റർ ബീൻ എന്നുള്ളത്. ഇത് നമ്മൾ ചാർലി ചാപ്ലിനൊക്കെ പോലെ പ്രത്യേകിച്ച് ഡയലോഗുകളൊന്നും ഇല്ലാത്തൊരു വീഡിയോ ആണ്. എന്നാലും വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു സീരീസാണ് മിസ്റ്റർ ബീൻ എന്നുള്ളത്. അപ്പോൾ വെറും 15 എപ്പിസോഡ് കൊണ്ട് തന്നെ ഇത്രയും ഫേമസ് ആവണമെന്നുണ്ടെങ്കിൽ ഓരോ എപ്പിസോഡും അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഫസ്റ്റ് ഇൻട്രോ തന്നെ നല്ല രസമായിട്ടുള്ള ഇതാണ്. ആകാശത്ത് നിന്ന് ഒരു ലൈറ്റ് ബീമിൽ താഴോട്ട് വന്ന് വീഴുന്ന രീതിയിലാണ് മിസ്റ്റർ ബീൻ്റെ ഇൻട്രോ കൊടുത്തിട്ടുള്ളത്. ഇതിനുശേഷം മിസ്റ്റർ ബീൻ്റെ ഒരു ആനിമേറ്റഡ് സീരീസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് അത്ര വലിയ പരിചയമുള്ളതല്ല. പിന്നെ 2 മൂവീസുണ്ട്. ബീൻ ആൻഡ് മിസ്റ്റർ ബീൻ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള 2 മൂവീസും ഇറങ്ങിയിട്ടുണ്ട്. ഇതിലെനിക്ക് പേഴ്സണലായിട്ട് ബീൻ എന്നുള്ള മൂവിയാണ് കുറച്ച് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. ഒരു മ്യൂസിയത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിട്ടാണ് അതിൽ മിസ്റ്റർ ബീൻ അവതരിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയതാണ് മിസ്റ്റർ ബീൻ ഹോളിഡേയ്സ് എന്നുള്ള മൂവി. 2 വളരെ രസകരമായിട്ടുള്ള മൂവീസാണ്. തീർച്ചയായും കണ്ടിരിക്കേണ്ട 2 മൂവീസാണ് ബീനും മിസ്റ്റർ ബീൻ ഹോളിഡേയ്സ് എന്നുള്ള 2 മൂവീസ്. പിന്നെ ഈ ടോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ ടോയ് പോലെയല്ല, ഒരു പ്രൊപ്പോർഷണലായിട്ടുള്ള ഒരു ഫിഗർ അല്ല ഇത്. കാരണം വലിയ തലയും ചെറിയ ബോഡിയുമായിട്ടുള്ള ഒരു ഫിഗറാണ്. ഈ ഫങ്കോയുടെ ടോയ്സിൻ്റെ പ്രത്യേകത ഇതാണ്. പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ടോയ്സ് ആയിരിക്കില്ല ഇവർ നിർമ്മിക്കുന്നത്. അതൊരു ഒരു കാർട്ടൂണിഷ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ പോലെയാണ് ഇവരുടെ ടോയ്സ് എല്ലാം ചെയ്തത്. അതാണ് ഈ ഫങ്കോയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ കാറിലൊക്കെ വയ്ക്കുന്ന ഒരു ബോബിൾ ഹെഡ് പോലത്തെ ഒരു ടോയാണ്. വലിയ തലയായിട്ടുള്ള ഇതാണ്. പക്ഷേ ഇതൊരു ബോബിൾ ഹെഡല്ല, തല മൂവബിളായിട്ടുള്ളതല്ല. ഈ ഫങ്കോയുടെ സീരീസിലുള്ള എല്ലാ ടോയ്കളുടെയും പ്രത്യേകത ഇതാണ്. പിന്നെ ഇത് ഒരു ആർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടോയ് അല്ല, അതായത് മൂവ്മെൻറ്റ്സ് ഉള്ള ഒരു ടോയ് അല്ല, ഒരു സ്റ്റാച്ചു ആയിട്ടൊക്കെ കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു ടോയാണ്. പക്ഷേ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വളരെ മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഒരു സിമ്പിളായിട്ടുള്ള ഇതിൽ തന്നെ നമുക്ക് മിസ്റ്റർ ബീനെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓരോ ഡീറ്റെയിൽസും അങ്ങനെ കാര്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മിസ്റ്റർ ബീനിൽ തന്നെയുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ടെഡി എന്ന് പറഞ്ഞിട്ടുള്ള മിസ്റ്റർ ബീൻ്റെ ടെഡി ബിയർ. സീരീസ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും എപ്പോഴും മിസ്റ്റർ ബീൻ്റെ കൂടെ ഉള്ള ഒരു ക്യാരക്ടറാണ് ഈ ടെഡി എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ തന്നെ ആ ഡീറ്റെയിൽസ് നമുക്ക് ഇതിൽ നോക്കുമ്പോൾ തന്നെ അറിയാം. കണ്ണുകളൊക്കെ ഒരു ബട്ടൺസാണ് അതിൽ സീരീസിൽ കൊടുത്തിട്ടുള്ളത്. അത് തന്നെ ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ടെഡി എപ്പോഴും മിസ്റ്റർ ബീൻ്റെ കൂടെ ഉണ്ടാകുന്ന ഒരാളാണ്. ആ സീരീസ് തന്നെ മിസ്റ്റർ ബീൻ്റെ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത് ടെഡിയോടായിട്ടാണ്. പിന്നെ ഈ ടെഡിയെ ഒറിജിനലായിട്ട് ഷൂട്ടിങ്ങിന് ഉപയോഗിച്ചിട്ടുള്ള ഈ ടെഡിയെ ഒരു ഓപ്ഷനിൽ വിൽക്കുകയാണ് ചെയ്തത്. ഏതാണ്ട് ഒരു 180 പൗണ്ടിന് അത് ഓപ്ഷൻ ചെയ്ത് പോവുകയാണ്. അതായത് ആ സമയത്ത് ഒരു 13,000-14,000 രൂപയ്ക്കാണ് ഇത് ഓപ്ഷൻ ചെയ്ത് പോയത്, ഒറിജിനൽ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ടെഡി ബിയർ. പിന്നെ ഇതാണ് മിസ്റ്റർ ബീൻ്റെ എപ്പോഴും ഉള്ള ആ ഒരു ഡ്രസ്സ്, ഒരു കോട്ട്, ഒരു റെഡ് ടൈ. പിന്നെ ഇതിൻ്റെ ഈ ചെറിയ ടോയിൽ തന്നെ ഷൂസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വളരെ മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു ചെറിയ ഷൂലേസിൻ്റെ ഇതുപോലും നല്ല ഡീറ്റെയിൽഡായിട്ട് ഈ ടോയിൽ ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ ബീൻ സീരീസിൽ പ്രധാനമായിട്ടും 3 ക്യാരക്ടറുകളാണ് വരുന്നത്. ഒന്ന് മിസ്റ്റർ ബീൻ്റെ ഗേൾഫ്രണ്ടായിട്ടുള്ള ഇർമ ഗോബും, പിന്നെ 2 കാറുകളാണ്. ഒന്ന് മിസ്റ്റർ ബീൻ്റെ സ്വന്തം കാറായിട്ടുള്ള ഒരു ഗ്രീൻ കളറിലുള്ള മിനി 2 ഡോറുള്ള ഒരു കാറും, പിന്നെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ള ഒരു 3 വീലുള്ള ഒരു ലൈറ്റ് ബ്ലൂ കളറിലുള്ള ഒരു കാറുമാണ്. ഈ 3 ക്യാരക്ടറും പിന്നെ ടെഡിയുമാണ് മിസ്റ്റർ ബീൻ സീരീസുകളിൽ സ്ഥിരമായിട്ട് നമ്മൾ കാണാറുള്ളത്.
അപ്പോൾ മിസ്റ്റർ ബീൻ സീരീസ് ഇനിയും കണ്ടിട്ടില്ലാത്തവരുണ്ടാവാൻ സാധ്യത കുറവാണ്. എന്നാലും കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മിസ്റ്റർ ബീൻ സീരീസ് കാണുക. പിന്നെ 2 മൂവീസും ബീനും മിസ്റ്റർ ബീൻ ഹോളിഡേയ്സ് മൂവീസും തീർച്ചയായിട്ടും കാണുക. അപ്പോൾ ഇന്നത്തെ ടോയുടെ വിശേഷം ഇതാണ്. അടുത്ത ടോയുമായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.